അനീഷിന് ബിഗ് ബോസിനോടുള്ള പരാതിയും പരിഭവവും ഒന്നും പറഞ്ഞിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. അത്രയേറെയായിരുന്നു ബിഗ് ബോസിനോട് അനീഷിന് പറയാനുണ്ടായിരുന്നത്. അനീഷിനെ ഇന്നത്തെ ഷാനവാസിൻ്റെ സീക്രട്ട് ടാസ്കിൽ അനീഷിനെ ഉൾപ്പെടുത്താത്തതിൽ അനീഷിന് വളരെയധികം ദേഷ്യവും വിഷമവുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒറ്റയ്ക്ക് മാറിയിരുന്ന് ഒരുപാട് നേരം കട്ടിലിൽ കിടന്ന് ബിഗ് ബോസിനോട് സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഗാർഡൻ ഏരിയയിൽ തനിച്ചു പോയി ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ബിഗ് ബോസ് ഗസ്റ്റുകൾ വന്ന സമയത്ത് എന്നെക്കൊണ്ട് ഷാനവാസിനോട് ഐ ലവ് യു പറയിപ്പിച്ചത്? എന്തിനാണ് എനിക്ക് ഇവിടെ ഒരു ഫ്രണ്ടിനെ ഉണ്ടാക്കി തന്നത്? ഞാനിവിടെ വെറുതെ ജീവിക്കാൻ വന്ന ഒരു വ്യക്തിയായിരുന്നില്ലേ? എന്തിനാണ് ഷാനവാസിനെ പോലെ ഒരു ഫ്രണ്ടിനെ എനിക്ക് ഉണ്ടാക്കി തന്നത്? മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയുവാൻ പോലും അവൻക്ക് ഒരു അർഹതയുമില്ല. വിശ്വാസവഞ്ചനയാണ് അവൻ എന്നോട് കാണിച്ചിട്ടുള്ളത്. ഒരു 4 മണി ബിരിയാണിക്ക് വേണ്ടി അവൻ എന്നെ വിശ്വസിക്കാതെയായി. ഫ്രണ്ടെന്ന് പറയുവാൻ അവൻക്ക് ഒരു യോഗ്യതയുമില്ല. ഫ്രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം വിശ്വാസമാണ് വേണ്ടത്. എന്നാൽ അവൻക്ക് എന്നോട് ഒരു തരി പോലും വിശ്വാസമില്ല. ഞാൻ മാത്രമാണ് അവനെ ബെസ്റ്റ് ഫ്രണ്ടായി കണ്ടിട്ടുള്ളത്. അവൻക്ക് തിരിച്ച് ഇങ്ങോട്ട് ഒരു ആത്മാർത്ഥതയുമില്ല. എന്തായാലും എനിക്ക് ബിഗ് ബോസിനോട് നന്ദി മാത്രമേ ഉള്ളൂ. പല ആളുകളുടെയും മുഖം ഇവിടെ നിന്ന് തന്നെ കാണാൻ കഴിഞ്ഞല്ലോ. ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പിൽ മുതലെടുക്കുക എന്ന് പറയുന്നതും ഇതുതന്നെയാണ്. ഷാനവാസ് എന്നെ മുതലാക്കിയിട്ട് മാത്രമേ ഉള്ളൂ. അവൻ ഒരു അട്ടർ ഫേക്കാണെന്നാണ് അനീഷ് പറയുന്നത്. കഴിഞ്ഞ ആര്യൻ്റെ സീക്രട്ട് ടാസ്കിൽ നെവിനെ ഒഴിവാക്കിയെങ്കിൽ ഇത്തവണത്തെ ഷാനവാസിൻ്റെ സീക്രട്ട് ടാസ്കിൽ ഷാനവാസ് ഒഴിവാക്കിയിരിക്കുന്നത് അനീഷിനെയായിരുന്നു. അത് അനീഷിന് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അനീഷിന് വളരെ വിഷമമാണ് തോന്നിയിരിക്കുന്നത്. ടാസ്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം അനീഷ് ഷാനവാസിനോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് പേടിച്ചിട്ട് സംസാരിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും അനീഷിനെ ചുറ്റുനിന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മിത്രത്തിനോട് പറഞ്ഞില്ല, ബാക്കി എല്ലാവരോടും പറഞ്ഞു എന്ന് പറഞ്ഞതും കൂടി കേട്ടപ്പോൾ ഷാനവാസിനോടുള്ള ദേഷ്യം കൂടുകയായിരുന്നു. ഇനി എന്തായാലും അനീഷ് ഷാനവാസ് കോംബോ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രമാത്രം ഷാനവാസിനെ വെറുക്കുന്നുണ്ട് അനീഷ് ഇപ്പോൾ. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.